സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് PSCയുടെ ഏതൊരു പരീക്ഷയ്ക്കും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളാണ്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, നിലവിലെ ഏറ്റവും വലിയ കേന്ദ്ര ഭരണ പ്രദേശം ഏതാണ്? ലഡാക്ക്. ലഡാക്കാണ് നിലവിലെ ഏറ്റവും വലിയ കേന്ദ്ര ഭരണ പ്രദേശം. സംസ്ഥാനങ്ങളുടെ എണ്ണം എത്രയാണ്? എത്ര സംസ്ഥാനങ്ങളാണ് ഉള്ളത്? 28 സംസ്ഥാനങ്ങൾ. കേന്ദ്രഭരണ പ്രദേശങ്ങൾ എത്രയാണ്? 8 കേന്ദ്രഭരണ പ്രദേശങ്ങളാണ്. 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് ഉള്ളത്. ജ്ഞാനപീഠത്തിന് അർഹയായ ആദ്യ വനിത ആരാണ്? ആശാപൂർണ ദേവിയാണ് ജ്ഞാനപീഠത്തിന് അർഹയായ ആദ്യ വനിത. മൈദാമാവിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ ഏതാണ്? ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ ഉത്തരങ്ങൾ കിട്ടുന്നുണ്ടോ എന്ന് സ്വയം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. മൈദാമാവിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ ആണ് ഗ്ലൂട്ടൻ. ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് അനുഭവപ്പെടുന്ന ഏകദേശ താപം 5000 ഡിഗ്രി സെൽഷ്യസ്. ഏകദേശം 5000 ഡിഗ്രി സെൽഷ്യസ് ആണ് ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് അനുഭവപ്പെടുന്ന താപം. കറുത്ത വാവ് അഥവാ അമാവാസി ദിവസം നടക്കുന്ന ഗ്രഹണം ഏതാണ്? സൂര്യഗ്രഹണമാണ്. കറുത്ത വാവ് അഥവാ അമാവാസി ദിവസം നടക്കുന്നത് സൂര്യഗ്രഹണമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത മെട്രോ? ഡൽഹി. ഡൽഹി മെട്രോയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത മെട്രോ. ഒരു വസ്തുവിന്റെ മാസ് കൂടുന്നതിനനുസരിച്ച് അതിന്റെ ജഡത്വത്തിന് എന്ത് സംഭവിക്കുന്നു? മാസ് കൂടുന്നതിനനുസരിച്ച് ജഡത്വത്തിന് എന്ത് സംഭവിക്കുന്നു? കൂടുന്നു. ജഡത്വം കൂടുന്നു. മംഗൾയാൻ 1 വിക്ഷേപണ വാഹനം ഏതായിരുന്നു? മംഗൾയാൻ 1 വിക്ഷേപണ വാഹനം PSLV C-25. PSLV C-25 മംഗൾയാൻ 1 വിക്ഷേപണ വാഹനം. ഇന്ത്യയിലെ ആദ്യത്തെ പേ വിഷ വിമുക്ത സംസ്ഥാനം? ഗോവ. ഇന്ത്യയിലെ ആദ്യത്തെ പേ വിഷ വിമുക്ത സംസ്ഥാനമാണ് ഗോവ. ഏത് ജില്ലയിൽ വെച്ചാണ് ചാലിയാർ സമുദ്രത്തിൽ പതിക്കുന്നത്? ചാലിയാർ കോഴിക്കോടാണ്. കോഴിക്കോട് ജില്ലയിൽ വെച്ചിട്ടാണ് ചാലിയാർ സമുദ്രത്തിൽ പതിക്കുന്നത്. സർ CP രാമസ്വാമി അയ്യർ നിരോധിച്ച വയലാർ ഗർജിക്കുന്നു എന്ന ഗാനം രചിച്ചത് ആര്? ഗാനം വയലാർ ഗർജിക്കുന്നു എന്ന ഗാനം രചിച്ചത് ആര് എന്നതാണ് ചോദ്യം. P. ഭാസ്കരനാണ്. P. ഭാസ്കരനാണ് വയലാർ ഗർജിക്കുന്നു എന്ന ഗാനം രചിച്ചത്. ഇത് നിരോധിച്ചതാരാണ്? സർ CP രാമസ്വാമി അയ്യർ ആണ്. ഇന്ത്യൻ വിദേശ നയത്തിന്റെ മുഖ്യ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യൻ വിദേശ നയത്തിന്റെ മുഖ്യ ശില്പി എന്ന് അറിയപ്പെടുന്നത്. ധരാതലീയ ഭൂപടങ്ങളിലെ ചുവപ്പ് നിറം സൂചിപ്പിക്കുന്നത്? ചുവപ്പു നിറം. പാർപ്പിടങ്ങൾ, റോഡുകൾ എന്നിവയാണ് ധരാതലീയ ഭൂപടങ്ങളിലെ ചുവപ്പു നിറം സൂചിപ്പിക്കുന്നത്. ധരാതലീയ ഭൂപടങ്ങളിലെ നീല നിറം സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? ജലാശയങ്ങളെയാണ്. സിന്ധു നദീതട സംസ്കാരത്തിന്റെ ആദ്യത്തെ ഉദ്ഖനനം നടന്ന സ്ഥലം? സിന്ധു നദീതട സംസ്കാരത്തിന്റെ ആദ്യത്തെ ഉദ്ഖനനം നടന്നത് എവിടെയാണ്? ഹരപ്പയിലാണ്. ഹരപ്പ. പാകിസ്ഥാനിലെ മൊഹൻജോദാരോയിൽ നടന്ന ഉദ്ഖനന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് ആരാണ്? പാകിസ്ഥാനിലെ മൊഹൻജോദാരോയിൽ നടന്ന ഉദ്ഖനന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് R.D. ബാനർജിയാണ്. R.D. ബാനർജി നേതൃത്വം കൊടുത്തത് എവിടെയാണ്? മൊഹൻജോദാരോയിലെ ഉദ്ഖനന പ്രവർത്തനങ്ങൾക്കാണ് R.D. ബാനർജി നേതൃത്വം കൊടുത്തത്. ഭൂമിയിൽ ആഴം കൂടുന്നതിനനുസരിച്ച് ഡാഷ് ഡാഷ് എന്നിവ കൂടുന്നു. ഭൂമിയിൽ ആഴം കൂടുന്നതിനനുസരിച്ച് താപം, മർദ്ദം എന്നിവ കൂടുന്നു. താപം, മർദ്ദം എന്നിവ കൂടുന്നു. ഇന്ത്യയുടെ നിയമനിർമ്മാണ വിഭാഗം ഡാഷ് എന്നറിയപ്പെടുന്നു.
ഇന്ത്യയുടെ നിയമനിർമ്മാണ വിഭാഗമാണ് പാർലമെന്റ്. നിയമത്തിന്റെ കരട് രൂപം അറിയപ്പെടുന്നത്, നിയമത്തിന്റെ കരട് രൂപമാണ് ബിൽ. ഡാഷ് ഒപ്പുവെക്കുന്നതിലൂടെ ബിൽ നിയമമായി മാറുന്നു. ഡാഷ് ഒപ്പുവെക്കുന്നതോടെ, ആര് ഒപ്പുവെക്കുന്നതോടെയാണ് ബില്ല് നിയമമായിട്ട് മാറുന്നത്? രാഷ്ട്രപതി ഒപ്പുവെക്കുന്നതിലൂടെയാണ് ബില്ല് നിയമമായിട്ട് മാറുന്നത്. ഒരു ധനബില്ല് ആദ്യം അവതരിപ്പിക്കേണ്ടത് എവിടെയാണ്? ഒരു ധനബില്ല് ആദ്യം അവതരിപ്പിക്കേണ്ടത് ലോകസഭയിലാണ്. ഒരു ധനബില്ല് ആദ്യം അവതരിപ്പിക്കേണ്ടത് എവിടെയാണ്? ലോകസഭയിലാണ്. സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നത്, സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നത് രാജ്യസഭയാണ്. രാജ്യസഭയാണ് സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്ന് അറിയപ്പെടുന്നത്. ഭൂമിയുടെ പുറന്തോട് ഭൂവൽക്കം. ഭൂമിയുടെ പുറന്തോടാണ് ഭൂവൽക്കം. ഭൂവൽക്കത്തിന്റെ ഏകദേശ കനം എത്രയാണ്? ഭൂവൽക്കത്തിന്റെ ഏകദേശ കനം എന്ന് പറയുന്നത് 40 കിലോമീറ്റർ ആണ്. 40 കിലോമീറ്റർ. ഭൂവൽക്കത്തിന്റെ രണ്ട് ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഭൂവൽക്കത്തിന്റെ രണ്ട് ഭാഗങ്ങളാണ് സമുദ്ര ഭൂവൽക്കം, വൻകര ഭൂവൽക്കം എന്നിവ. ഭൂവൽക്കത്തിന്റെ രണ്ട് ഭാഗങ്ങൾ സമുദ്ര ഭൂവൽക്കം, വൻകര ഭൂവൽക്കം എന്നിവ. വൻകര ഭൂവൽക്കം അറിയപ്പെടുന്ന മറ്റൊരു പേര്, വൻകര ഭൂവൽക്കം അറിയപ്പെടുന്നത് സിയാൽ എന്നാണ്. സിയാൽ, SIAL. വൻകര ഭൂവൽക്കം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സിയാൽ. സിയാൽ എന്നറിയപ്പെടുന്നത് വൻകര ഭൂവൽക്കമാണ്. വൻകര ഭൂവൽക്കത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ധാതുക്കൾ ഏതൊക്കെയാണ്? സിലിക്ക, അലൂമിനിയം എന്നിവയാണ്. സിലിക്ക, Si, അലൂമിനിയം എന്നിവയാണ് വൻകര ഭൂവൽക്കത്തിൽ അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് സിയാൽ എന്ന് അറിയപ്പെടുന്നത്. ഇനി സമുദ്ര ഭൂവൽക്കം അറിയപ്പെടുന്ന മറ്റൊരു പേര്, സമുദ്ര ഭൂവൽക്കം അറിയപ്പെടുന്നത് സിമ എന്നാണ്. സിമ, SIMA. സമുദ്ര ഭൂവൽക്കത്തിലെ പ്രധാന ധാതുക്കൾ ഏതൊക്കെയാണ്? സിലിക്കയും മഗ്നീഷ്യവുമാണ്. സിലിക്കയും മഗ്നീഷ്യവുമാണ് സമുദ്ര ഭൂവൽക്കത്തിലെ പ്രധാന ധാതുക്കൾ. ഒന്നും കൂടി ഒന്ന് നോക്കാം. വൻകര ഭൂവൽക്കത്തിന്റെ രണ്ട് ഭാഗങ്ങളാണ് സമുദ്ര ഭൂവൽക്കം, വൻകര ഭൂവൽക്കം എന്നിവ. വൻകര ഭൂവൽക്കം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സിയാൽ. സിയാലിൽ മുഖ്യമായിട്ടും കാണപ്പെടുന്ന ധാതുക്കൾ ഏതൊക്കെയാണ്? സിലിക്ക, അലൂമിന എന്നിവയാണ്. സമുദ്ര ഭൂവൽക്കം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സിമ. സിമയിൽ കാണപ്പെടുന്ന പ്രധാന ധാതുക്കളാണ് സിലിക്ക, മഗ്നീഷ്യം എന്നിവ. അടുത്ത ചോദ്യം, ബോഡി നായ്ക്കന്നൂർ ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാണ്? ബോഡി നായ്ക്കന്നൂർ ചുരത്തിലൂടെ കടന്നു പോകുന്നത് NH 85 ആണ്. NH 85. ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാണ്? ആര്യങ്കാവ്. NH 744. NH 744 ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതയാണ്. താമരശ്ശേരി ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത താമരശ്ശേരി. NH 766 ആണ് താമരശ്ശേരി ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത. അടുത്ത ചോദ്യം, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മോണിറ്ററി മ്യൂസിയം എവിടെയാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മോണിറ്ററി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലാണ്. മുംബൈ. റബ്ബറിന്റെ വാൽക്കനൈസേഷൻ കണ്ടുപിടിച്ചത്, റബ്ബറിന്റെ വാൽക്കനൈസേഷൻ കണ്ടുപിടിച്ചത് ആരാണ്? ചാൾസ് ഗുഡിയർ ആണ്. ചാൾസ് ഗുഡിയർ ആണ് റബ്ബറിന്റെ വാൽക്കനൈസേഷൻ കണ്ടുപിടിച്ചത്. ഉജ്ജിനി തണ്ണീർ തടാകം ഏത് സംസ്ഥാനത്താണ്? ഉജ്ജിനി തണ്ണീർ തടാകം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്ര. ഉദ്യാന വിരുന്ന് എന്ന കൃതി രചിച്ചത് ആരാണ്? പണ്ഡിറ്റ് കറുപ്പനാണ്. പണ്ഡിറ്റ് കറുപ്പന്റെ കൃതിയാണ് ഉദ്യാന വിരുന്ന്. ലീലാ തിലകം രചിച്ചത്, ലീലാ തിലകം, ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ്. ലീലാ തിലകം രചിച്ചത് ആരാണ്? ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ്. എ നേഷൻ ഇൻ മേക്കിംഗ് എന്ന പുസ്തകം രചിച്ചത് ആരാണ്? എ നേഷൻ ഇൻ മേക്കിംഗ് സുരേന്ദ്രനാഥ് ബാനർജിയാണ്. സുരേന്ദ്രനാഥ് ബാനർജി. തേക്കടി വന്യജീവി സങ്കേതത്തിന്റെ പഴയ പേര്, തേക്കടി വന്യജീവി സങ്കേതത്തിന്റെ പഴയ പേരാണ് നെല്ലിക്കാമ്പെട്ടി. നെല്ലിക്കാമ്പെട്ടി ഗെയിം സാങ്ച്വറി എന്നറിയപ്പെട്ട വന്യജീവി സങ്കേതം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? തേക്കടി വന്യജീവി സങ്കേതമാണ്. ജമ്മു കാശ്മീർ പുനഃസംഘടനാ ബില്ലിന്റെ ഭാഗമായിട്ട് റദ്ദാക്കപ്പെട്ട അനുച്ഛേദങ്ങൾ ഏതൊക്കെയാണ്? ഏതൊക്കെ അനുച്ഛേദങ്ങളാണ് റദ്ദാക്കിയത്?
2 അനുച്ഛേദങ്ങളാണ് റദ്ദാക്കിയത്. ആർട്ടിക്കിൾ 370 ആർട്ടിക്കിൾ 35A ആർട്ടിക്കിൾ 370 എന്തായിരുന്നു? ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 370 ജമ്മു കാശ്മീർ സംസ്ഥാനത്തിന് പ്രത്യേക പദവി നൽകിയ ഭരണഘടനാ അനുച്ഛേദമായിരുന്നു. ഇനി ആർട്ടിക്കിൾ 35A എന്തായിരുന്നു? ജമ്മു കാശ്മീരിലെ പൗരന്മാർക്ക് പ്രത്യേക അവകാശം അനുവദിക്കുന്നതായിരുന്നു ആർട്ടിക്കിൾ 35M. അപ്പം ജമ്മു കാശ്മീർ പുനഃസംഘടനാ ബില്ലിന്റെ ഭാഗമായിട്ട് റദ്ദാക്കപ്പെട്ട അനുച്ഛേദങ്ങൾ ഏതൊക്കെയാണ്? ആർട്ടിക്കിൾ 370 ആർട്ടിക്കിൾ 35A ഏത് വിറ്റാമിന്റെ രാസനാമമാണ് കാൽസിഫെറോൾ? കാൽസിഫെറോൾ എന്നത് വിറ്റാമിൻ ഡിയുടെ രാസനാമമാണ്. വിറ്റാമിൻ ഡി. കേരളത്തിലെ കോർപ്പറേഷനുകളിൽ സമുദ്ര സാമീപ്യമില്ലാത്തത് ഏതാണ്? കേരളത്തിലെ കോർപ്പറേഷനുകളിൽ സമുദ്ര സാമീപ്യമില്ലാത്തത് തൃശ്ശൂരാണ്. തൃശ്ശൂർ. വന്ദേ മാതരം തമിഴിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? തമിഴിലേക്ക് സുബ്രഹ്മണ്യ ഭാരതിയാണ്. വന്ദേ മാതരം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? അരവിന്ദ ഘോഷാണ്. ദിനരാത്രങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ദൈർഘ്യമുള്ള ഗ്രഹം ഏതാണ്? ദിനരാത്രങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ദൈർഘ്യമുള്ള ഗ്രഹമാണ് ശുക്രൻ. കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ്? കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ്? ജോസഫ് മുണ്ടശ്ശേരി. ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥയാണ് കൊഴിഞ്ഞ ഇലകൾ. നീലഗിരിയിൽ വസിക്കുന്ന ഗോത്രവർഗ വിഭാഗം ഏതാണ്? നീലഗിരിയിൽ വസിക്കുന്നത് തോഡറാണ്. തോഡർ. ചലിക്കുന്ന വസ്തുക്കൾക്ക് മറ്റു വസ്തുക്കളിൽ ആഘാതമേൽപ്പിക്കുവാനുള്ള കഴിവാണ് ആക്കം. ജോഗ്രഫി എന്ന പദം രൂപം കൊണ്ടിരിക്കുന്നത് ഏത് ഭാഷയിൽ നിന്നാണ്? ജോഗ്രഫി ഗ്രീക്ക് ഭാഷയിൽ നിന്നുമാണ്. ഗ്രീക്ക്. കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ നിലവിൽ വന്ന വർഷം? കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ നിലവിൽ വന്നത് 1965 1965. ഒരു ഖരവസ്തു ചൂടാക്കുമ്പോൾ അത് നേരിട്ട് വാതകാവസ്ഥയിലേക്ക് മാറുന്ന പ്രക്രിയയാണ് ഉത്പാദനം. ഭാരത് മാത എന്ന പ്രശസ്തമായ ചിത്രം വരച്ചത് ആരാണ്? ഭാരത് മാത അബനീന്ദ്രനാഥ് ടാഗോർ ആണ്. അബനീന്ദ്രനാഥ് ടാഗോർ. ഇന്ത്യയിൽ സ്വകാര്യവൽക്കരിക്കപ്പെട്ട ആദ്യ നദി ഏതാണ്? ഇന്ത്യയിൽ സ്വകാര്യവൽക്കരിക്കപ്പെട്ട ആദ്യ നദി ഷിയോനാഥ് നദിയാണ്. മഹാനദിയുടെ പോഷക നദിയാണ് ഷിയോനാഥ് നദി. ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്വകാര്യവൽക്കരിക്കപ്പെട്ട ഷിയോനാഥ് നദി ഏത് നദിയുടെ പോഷക നദിയാണ് എന്ന് ചോദിച്ചാൽ ഏതാണ് ഉത്തരം? മഹാനദി. ഗംഗാജലം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ഒപ്പുവെച്ച വർഷം? ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ കരാർ ഒപ്പുവെച്ച വർഷം 1996. ഗംഗാജലം പങ്കിടുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ കരാർ ഒപ്പുവെച്ചത് 1996. 1996. ഇന്ത്യയിലെ നദികളിൽ വെച്ച് ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന നദി? ഇന്ത്യയിലെ നദികളിൽ വെച്ച് ഏറ്റവും വേഗത്തിൽ ഒഴുകുന്നത് ടീസ്റ്റ നദിയാണ്. ടീസ്റ്റ. ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്നറിയപ്പെടുന്നത് എന്താണ്? ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്നറിയപ്പെടുന്നത് ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ദൂരമാണ്. ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ദൂരമാണ് ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. ലാൽ ബഹാദൂർ ശാസ്ത്രി അന്താരാഷ്ട്ര വിമാനത്താവളം ഏത് നഗരത്തിലാണ്? ലാൽ ബഹാദൂർ ശാസ്ത്രി അന്താരാഷ്ട്ര വിമാനത്താവളം വാരണാസിയിലാണ്. വാരണാസി. തെലുങ്ക് ഗംഗ, അർദ്ധഗംഗ എന്നിങ്ങനെ അറിയപ്പെടുന്ന നദി? തെലുങ്ക് ഗംഗ, അർദ്ധഗംഗ. കൃഷ്ണ നദിയാണ്. കൃഷ്ണ. കേരള നിയമസഭയിലെ പട്ടികവർഗ സംവരണ മണ്ഡലങ്ങൾ? കേരള നിയമസഭയിലെ പട്ടികവർഗ സംവരണ മണ്ഡലങ്ങൾ 2. അവ സുൽത്താൻ ബത്തേരി, മാനന്തവാടി എന്നിവയാണ്. സുൽത്താൻ ബത്തേരി, മാനന്തവാടി. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയുടെ ഓർമ്മയ്ക്കായി ബി കല്യാണി അമ്മ രചിച്ച ഗ്രന്ഥം? വ്യാഴവട്ട സ്മരണകൾ. വ്യാഴവട്ട സ്മരണകൾ രചിച്ചത് ബി കല്യാണി അമ്മ, സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയുടെ ഓർമ്മയ്ക്കായി. ഏതൊക്കെ ഗ്രഹങ്ങൾക്കിടയിലാണ് ആസ്ട്രോയിഡ് ബെൽറ്റ് കാണപ്പെടുന്നത്? ആസ്ട്രോയിഡ് ബെൽറ്റ് ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിലാണ് കാണപ്പെടുന്നത്.
കേരളത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം, ഏറ്റവും തെക്കേ അറ്റത്ത് നെയ്യാർ വന്യജീവി സങ്കേതമാണ്. നെയ്യാർ വന്യജീവി സങ്കേതം. കേരളത്തിലെ ആദ്യത്തെ ടൂറിസം വില്ലേജ് ഏതാണ്? ആദ്യത്തെ ടൂറിസം വില്ലേജ് ആണ് കുമ്പളങ്ങി. ശാസ്ത്രീയമായ മത്സ്യകൃഷി ശാസ്ത്രീയമായ രീതിയിലുള്ളത് പിസികൾച്ചർ ആണ്. പിസികൾച്ചർ. കണ്ണിന്റെ ഏത് ഭാഗത്താണ് പ്രതിബിംബം രൂപം കൊള്ളുന്നത്? പ്രതിബിംബം രൂപം കൊള്ളുന്നത് റെറ്റീനയിലാണ്. റെറ്റീന. മാവിന്റെ സസ്യശാസ്ത്ര നാമം എന്താണ്? മാവിന്റെ സസ്യശാസ്ത്ര നാമമാണ് മാഞ്ചിഫെറ ഇൻഡിക്ക. മാഞ്ചിഫെറ ഇൻഡിക്ക. നിസ്സഹരണ പ്രസ്ഥാനം പിൻവലിക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം ചൗരി ചൗര സംഭവം. ആദ്യത്തെ കേന്ദ്ര മന്ത്രിസഭയിൽ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വകുപ്പ് കൈകാര്യം ചെയ്തത് ആരാണ്? ആദ്യത്തെ കേന്ദ്ര മന്ത്രിസഭയിൽ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വകുപ്പ് സർദാർ വല്ലഭായ് പട്ടേലാണ് കൈകാര്യം ചെയ്തത്. സർദാർ വല്ലഭായ് പട്ടേൽ. സ്വതന്ത്ര ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നത് എന്നാണ്? സ്വതന്ത്ര ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26-നാണ്. 1950 ജനുവരി 26. വടക്കു നിന്നുള്ള കേരളത്തിന്റെ കവാടം എന്നറിയപ്പെടുന്ന ചുരം. വടക്കു നിന്നുള്ള കേരളത്തിന്റെ കവാടം പാലക്കാട് ചുരമാണ്. കേരളത്തിലെ ആദ്യത്തെ ആദിവാസി പഞ്ചായത്ത് ഇടമലക്കുടിയാണ്. കേരളത്തിലെ ആദ്യത്തെ ആദിവാസി പഞ്ചായത്ത് ഇടമലക്കുടി. ഇന്ത്യയുടെ കോഹിനൂർ എന്നറിയപ്പെടുന്ന ഭാഷ ഏതാണ്? ഉറുദുവാണ്. ഉറുദുവാണ് ഇന്ത്യയുടെ കോഹിനൂർ എന്നറിയപ്പെടുന്ന ഭാഷ. കേരളത്തിലെ ആദ്യത്തെ ബാല സൗഹൃദ ബ്ലോക്ക് പഞ്ചായത്ത് ഏതാണ്? പുഴയ്ക്കലാണ്. തൃശൂർ ജില്ലയിലെ പുഴയ്ക്കലാണ് കേരളത്തിലെ ആദ്യത്തെ ബാല സൗഹൃദ ബ്ലോക്ക് പഞ്ചായത്ത്. കേരളത്തിൽ കൂടുതൽ കടൽ തീരമുള്ള ജില്ല കണ്ണൂരാണ്. കൂടുതൽ കടൽ തീരമുള്ള ജില്ല കണ്ണൂർ. പാപനാശം എന്നറിയപ്പെടുന്ന കടപ്പുറം. പാപനാശം എന്നറിയപ്പെടുന്ന കടപ്പുറം വർക്കല കടപ്പുറമാണ്. വർക്കല കടപ്പുറമാണ് പാപനാശം എന്ന് അറിയപ്പെടുന്നത്. കാലാഹിരൺ എന്നറിയപ്പെടുന്ന മലയാളി ഫുട്ബോൾ താരം കാലാഹിരൺ IM വിജയനാണ്. IM വിജയൻ. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ വന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ്? ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ വന്നത്? 10ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. 10ാമത്തെ പഞ്ചവത്സര പദ്ധതി. ധാന്യവിളകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന വിള. ധാന്യവിളകളുടെ രാജാവ് നെല്ലാണ്. നെല്ല്. ആഹാരത്തിന്റെ ദഹനം പൂർത്തിയാകുന്നതും ആഗിരണം ആരംഭിക്കുന്നതും എവിടെ വെച്ചാണ്? ചെറുകുടലാണ്. ചെറുകുടലിൽ വെച്ചാണ് ആഹാരത്തിന്റെ ദഹനം പൂർത്തിയാകുന്നതും ആഗിരണം ആരംഭിക്കുന്നതും. ഏതിന്റെ അയിരാണ് ഗലീന? ഗലീന ഏതിന്റെ അയിരാണ്? കറുത്തീയത്തിന്റെ അയിരാണ് ഗലീന. റാണിഗഞ്ച് കൽക്കരിപ്പാടം ഏത് സംസ്ഥാനത്താണ്? റാണിഗഞ്ച് കൽക്കരിപ്പാടം സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാളിലാണ്. അന്തരീക്ഷ നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റുന്ന ബാക്ടീരിയ ഏതാണ്? റൈസോബിയമാണ്. അന്തരീക്ഷ നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റുന്നത് റൈസോബിയം. റേവ സോളാർ പാർക്ക് ഏത് സംസ്ഥാനത്താണ് സ്ഥാപിച്ചത്? റേവ സോളാർ പാർക്ക് മധ്യപ്രദേശിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ എണ്ണക്കിണർ. ഇന്ത്യയിലെ ആദ്യത്തെ എണ്ണക്കിണർ അസമിലെ ദിഗ്ബോയ്. അസമിലെ ദിഗ്ബോയ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ എണ്ണക്കിണർ. പാരമ്പര്യ കലാരൂപങ്ങളുടെ വികസനത്തിനായിട്ട് ദേശീയ സമരകാലത്ത് കേരളത്തിൽ ആരംഭിച്ച പ്രസ്ഥാനം ഏതാണ്? കേരള കലാമണ്ഡലമാണ്. കേരള കലാമണ്ഡലമാണ് പാരമ്പര്യ കലാരൂപങ്ങളുടെ വികസനത്തിനായിട്ട് ദേശീയ സമരകാലത്ത് കേരളത്തിൽ ആരംഭിച്ച പ്രസ്ഥാനം. 1ാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട വർഷം. 1ാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം 1857. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പൻ. ചീയപ്പാറ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല. ചീയപ്പാറ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ്. വാഷിംഗ് സോഡ എന്നറിയപ്പെടുന്നത് എന്താണ്? വാഷിംഗ് സോഡ സോഡിയം കാർബണേറ്റ് ആണ്. സോഡിയം കാർബണേറ്റ്. മോക്ഷപ്രദീപം എന്ന കൃതി രചിച്ചത്? മോക്ഷപ്രദീപം ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ബ്രഹ്മാനന്ദ ശിവയോഗി. സ്വാമി വിവേകാനന്ദൻ ചിക്കാഗോയിൽ നടന്ന മത പാർലമെന്റിൽ പങ്കെടുത്ത വർഷം. എവിടെയാണ്? ചിക്കാഗോയിൽ. ആരാണ്? സ്വാമി വിവേകാനന്ദൻ. 1893-ലാണ്. 1893. ഭൂരഹിതരായ ആദിവാസികൾക്ക് ഭൂമി നൽകണമെന്നാവശ്യപ്പെട്ട സമരം ഏതാണ്?
മുത്തങ്ങ സമരമാണ്. ഭൂരഹിതരായ ആദിവാസികൾക്ക് ഭൂമി നൽകണമെന്നാവശ്യപ്പെട്ട സമരമാണ് മുത്തങ്ങ സമരം. കാലാവസ്ഥാ നിരീക്ഷണത്തിന് ഉപയോഗിക്കുന്ന ബലൂണുകളിൽ നിറച്ചിരിക്കുന്ന വാതകം. കാലാവസ്ഥാ നിരീക്ഷണത്തിന് ഉപയോഗിക്കുന്ന ബലൂണുകളിൽ നിറച്ചിരിക്കുന്നത് ഹീലിയം. ദേശീയ ബാലാവകാശ കമ്മീഷൻ ആദ്യ ചെയർപേഴ്സൺ. ദേശീയ ബാലാവകാശ കമ്മീഷൻ ആദ്യത്തെ ചെയർപേഴ്സൺ ശാന്ത സിൻഹ. മനുഷ്യന്റെ ശാസ്ത്രീയ നാമം ഹോമോസാപ്പിയൻസ്. മനുഷ്യന്റെ ശാസ്ത്രീയ നാമമാണ് ഹോമോസാപ്പിയൻസ്. കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ കർണാടക ജില്ലയുടെ ഭാഗമായിരുന്ന ഏത് താലൂക്കാണ് കൂട്ടിച്ചേർത്തത്? ഹോസ്ദുർഗ് ആണ്. ഹോസ്ദുർഗ്. കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ കർണാടക ജില്ലയുടെ ഭാഗമായിരുന്ന ഹോസ്ദുർഗ് താലൂക്കാണ് കൂട്ടിച്ചേർത്തത്. ചെമ്മീൻ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ജില്ല ഏതാണ്? കൊല്ലമാണ്. കൊല്ലം. കേരളത്തിലെ ഒരു കണ്ടോൺമെന്റ് സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? കണ്ണൂർ ജില്ലയിലാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് പഞ്ചായത്ത് രാജ് നടപ്പാക്കിയ സംസ്ഥാനം രാജസ്ഥാൻ. വർഷം 1959. ഡോട്ട്സ് എന്ന ചികിത്സാ സമ്പ്രദായം ഏത് രോഗചികിത്സയ്ക്കുള്ളതാണ്? ഡോട്ട്സ് ക്ഷയരോഗ ചികിത്സയാണ്. ഐറിസിന്റെ കറുപ്പ് നിറത്തിന് കാരണം മെലാനിൻ ആണ്. ഐറിസിന്റെ കറുപ്പ് നിറത്തിന് കാരണം മെലാനിൻ. കൂടുതൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്